എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഉണ്ണിമോൾ തന്റെ സങ്കടങ്ങളൊക്കെ ദേവകിയമ്മയോട് ചെന്ന് പറയുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചന്തുവും കാശിയൊക്കെ പറഞ്ഞ അനുസരിച്ച് ആ കുതന്ത്രം അനുചെന്ന് അനുരാജിന്റെ അടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഉണ്ണിമോൾക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. അനുവിനെ കല്യാണം കഴിക്കാനായിട്ട് ശ്രീരാജ് സമ്മതിക്കാത്തതിലുള്ള ഒരു ബുദ്ധിമുട്ട്. ഇത്രയാണെങ്കിൽ ആ ശ്രീരാജേട്ടൻ എന്തൊരു പണിയാ കാണിച്ചേ. പണം കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അനുചേച്ചിന് ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു വിഷമത്തിലാണ് ഉണ്ണിമോൾ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഉണ്ണിമോളുടെ മുത്തശ്ശി എന്ത് പറ്റും ഉണ്ണിമോളെ, മോഹം വല്ലാതിരിക്കുന്നുണ്ടെന്ന് ചോദിക്കും. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട് എൻ്റെ മോൾക്ക്, മുത്തശ്ശിയോട് തുറന്നു പറയാം എന്ന് പറയാണ്. മുത്തശ്ശി, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മുത്തശ്ശിയോട് അനുചേച്ചിയുടെ കാര്യം. അനുചേച്ചിയുടെ വിവാഹം നടക്കില്ല എന്ന് പറയാ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോൾ അവർ ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ഓ, മനസ്സിലായി. അതെന്ത് പറ്റി കല്യാണം നടക്കില്ലാത്ത? പണം കിട്ടിയെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താന്ന് ചോദിക്കുക. അത് മുത്തശ്ശി, ആ പണം ആരോ മോഷ്ടിച്ചോണ്ട് പോയെന്ന് പറയാണ്. മോഷ്ടിച്ചോണ്ട് പോയി? ആര് മോഷ്ടിച്ചോണ്ട്? അതൊന്നും അറിയില്ല. പക്ഷെ എങ്കിൽ ഗിരിദേവൻ പറഞ്ഞ കല്യാണം നടക്കൂന്നാ പറഞ്ഞേ. കല്യാണം നടക്കൂന്ന് പറഞ്ഞു. പക്ഷെ ആരുമായിട്ടൊന്നും പറഞ്ഞില്ല, കല്യാണം നടക്കൂന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, ആരാ മോഷ്ടിച്ചോണ്ട് പോയെന്ന് ഗിരിദേവൻ വല്ലതും പറഞ്ഞോ? അതിനെക്കുറിച്ചൊന്നും ഗിരിദേവൻ പറഞ്ഞില്ല. കല്യാണത്തിന് മുമ്പ് പണം കിട്ടുമെന്നാ പറഞ്ഞേ. ഗിരിദേവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണം കിട്ടും. പിന്നെന്തിനാ എന്റെ ഉണ്ണിമോള് വിഷമിക്കണേന്ന് ചോദിക്കുക. അല്ല മുത്തശ്ശി, ആ കല്യാണത്തിന്റെ മുമ്പ് തന്നെ ആ ശ്രീരാജേട്ടനും അനുചേച്ചിയും കൂടെ കൊണ്ട് അവിടെ ഒരു മണിമരം ഉണ്ടായിരുന്നു. ഗിരിദേവൻ പറഞ്ഞു അവിടെ കൊണ്ട് മണി കെട്ടാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും മണിമരത്തെ കൊണ്ട് മണി കെട്ടിയായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് കെട്ടണമെന്നാ പറഞ്ഞത്. രണ്ടുപേരും ഇനി ഒരിക്കലും പിരിയില്ലാന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കൊണ്ട് കെട്ടിയ മണിയായിരുന്നു. പക്ഷെ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീരാജേട്ടൻ വന്നിട്ട് ആ മണി അഴിച്ച് അനുചേച്ചിയെ കൊടുത്തിട്ട് പോയി. അനുചേച്ചിക്ക് വല്ലാത്ത സങ്കടമായി പോയെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അത് കൊള്ളാലോ, അവൻ എത്രയ്ക്ക് ദുഷ്ടനായിരുന്നു എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവന് അനുവിനെ പ്രണയിച്ചിട്ടില്ല. സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പണം പോയ സമയത്ത് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞെന്നോർത്തുകൊണ്ട് ഇത്രയും കാലം സ്നേഹിച്ച പെണ്ണിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അവൻ പോകുമെന്ന് ചോദിക്കുക. അതൊന്നും എനിക്ക് അറിയില്ല മുത്തശ്ശി. പക്ഷെ അനുചേച്ചിക്ക് ഭയങ്കര വിഷമ. അനുചേച്ചി ഭയങ്കര സങ്കടത്തോടെ ഇരുന്ന് കരയുമായിരുന്നു. പക്ഷെ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചന്തുവും കാശും ഒക്കെ. അവരേതാണ്ട് പണം മോഷ്ടിച്ച ആളെ കണ്ടുപിടിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ സത്യമാണെന്ന് അറിയില്ല മുത്തശ്ശി എന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സമാധാനപ്പെടാന്ന് മുത്തശ്ശി ഉണ്ണിമോളെ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന തന്റെ തന്ത്രങ്ങളൊക്കെ അനുവിനോട് പറഞ്ഞു കൊടുത്തായിരുന്നു ചന്തുവും കാശി എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പൊ ആ തന്ത്രങ്ങൾ നേരെ അനുരാജിന്റെ അടുത്ത് പ്രയോഗിക്കാനായിട്ട് അനു ചെല്ലുവാണ്. അപ്പൊ കുട്ടികൾ പറയാതെ തന്നെയുണ്ട്. കുട്ടികളല്ല, ചന്തുവും കാശി അവരെല്ലാരും മറിഞ്ഞിരിക്കുകയാണ്. പിന്നീട് അനുവിനെ തള്ളി വിട്ട് അങ്ങോട്ട് ചെന്ന് പറ, ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറ എന്ന് പറയാണ്. അങ്ങനെ അനുരാജിന്റെ അടുത്തേക്ക് നേരെ അനു ചെല്ലുവാണ്. എന്താ വന്നേന്ന് ചോദിക്കാൻ. അല്ല, അനുരാജേട്ടനെ അറിയാലോ, പണം നഷ്ടപ്പെട്ടു. ഇനിയിപ്പൊ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ശ്രീരാജനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അല്ല, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ശ്രീരാജനെ കല്യാണം കുഴപ്പമില്ല, എനിക്ക് അനുരാജേട്ടനെ ഇഷ്ടമായിരുന്നു. ഇപ്പോഴെന്നല്ല, ഇതിനു മുമ്പ് തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആദ്യം മുതലേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അനുരാജേട്ടനോട്. പക്ഷെ എന്റെ വീട്ടുകാർ സമ്മതിക്കാത്തോണ്ടാണ് ഞാൻ അതിന് അനുരാജനെ സ്നേഹിക്കായിരുന്നെന്ന് പറയാം. അപ്പൊ അനുരാജിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു രടുപൊട്ടി. സത്യമാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? നീ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ചോദിക്കുക. അത് സത്യം തന്നെയാണ്. എനിക്ക് ഇപ്പോഴും അനുരാജേട്ടനെ ഇഷ്ടമൊക്കെയാന്ന് പറയാം. പക്ഷെ എന്റെ വീട്ടുകാർ സമ്മതിക്കണം. പക്ഷെ വീട്ടുകാർ സമ്മതിക്കണമെങ്കിൽ എന്റെ വീട്ടുകാർക്ക് ആ പണം കൊടുത്താൽ മാത്രമേ വീട്ടുകാർ ഇനി കല്യാണത്തിനൊക്കെ സമ്മതിക്കോടായിരിക്കുള്ളൂ. ആ മോഷ്ടിച്ച പണം എവിടെയാണെന്ന് അറിയുവാണെങ്കിൽ, ആരാ കൊണ്ടുപോയെന്ന് അറിയുവാണെങ്കിൽ സമാധാനമായനം. ആ പണം കൊണ്ടുവന്ന് അനുരാജേട്ടന് തരാൻ പറ്റുമോ? ആരാ മോഷ്ടിച്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അനുരാജേട്ടനെ വിവാഹം കഴിക്കാന്ന് പറയാണ്. ഇത് കുട്ടികളെ ഉപദേശിയുടെ തന്ത്രമായിരുന്നത്. ഇങ്ങനെ അനുരാജ ആ മോഷ്ടിച്ചെങ്കിൽ അതറിയാലോ, എവിടെയുണ്ടെങ്കിൽ കൊണ്ട് തരുമല്ലോ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ. പക്ഷെ അനുരാജ് പറഞ്ഞു, എനിക്കറിയില്ല ആ പണത്തെക്കുറിച്ച്, എനിക്ക് ഇവര് അറിയത്തില്ല. പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കാം എവിടെയുണ്ടെന്ന്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ട് വരാം. ഈ കുടുംബത്തിലുള്ള അല്ലാതെ വേറെ പുറത്തുനിന്ന് ആരും എടുക്കത്തില്ലോ എന്ന് പറയാണ്. പിന്നെ അനുരാജ് അങ്ങ് പോവാം. വന്നിട്ടിപ്പോൾ അനുവിനോട് ചോദിച്ചു, അല്ല എന്ത് പറഞ്ഞു അനുരാജേട്ടൻ? ആളെടുത്തിട്ടില്ലെന്നാ പറഞ്ഞേ, പക്ഷെ അന്വേഷിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എനിക്ക് അറിയില്ല ആരെ എടുത്തേന്ന്. ചന്തു ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് അനുരാജേട്ടൻ തന്നെ എടുത്തേന്ന് പറയുവാണ്. പക്ഷെ അനുരാജ് അത് എടുത്തായിട്ട് അനുരാജ് സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന ഒരു രംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുരാജ്
അനുവിന്റെ കയ്യെ പിടിച്ച് വലിച്ച് കാറി കയറ്റി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷെ അനുരാജിന് മനസ്സിലായെന്ന് തോന്നാം, അനു തന്നോട് കള്ളത്തരം കാണിച്ചാണ്, തന്നോട് പ്രണയമൊന്നുമില്ല, തന്നോട് കള്ളം പറഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുരാജിന് സഹിക്കാൻ പറ്റില്ല. അനുവിന്റെ കയ്യെ പിടിച്ച് കാറിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് അയ്യപ്പസ്വാമിയും ബാവരും അങ്ങോട്ട് എത്തുന്നുണ്ട് അനുവിനെ രക്ഷയ്ക്കായിട്ട്. അതിന്റെ വിശേഷങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോണേന്ന് അറിയത്തില്ല. ഒരുപക്ഷെ അനു കള്ളം പറഞ്ഞുതരാൻ അതിന്റെ പ്രകാരമായിരിക്കും. ഇനി കല്യാണത്തിന്റെ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. അതിന് തലേദിവസം തന്നെ പണം കിട്ടുമെന്ന് അയ്യപ്പസ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അനുവിന്റെ കല്യാണം നടക്കണമെങ്കിൽ ആ പണം കിട്ടിയാൽ മതിയാവുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കൂടെ നാളെ കാണാൻ പോകുന്നു കേട്ടോ. ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.